ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളൊരു പച്ചമാങ്ങ കൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. പച്ചമാങ്ങ കൊണ്ട് ചമ്മന്തിയാണ്, അതായത് നമ്മൾ ഇടിച്ചമ്മന്തി ഉണ്ടാക്കില്ലേ, അപ്പോൾ അത് തന്നെയാണ് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്യുന്ന ചമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ്. ഒരു വ്യത്യസ്തമായ ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ സാധാ ഇടിച്ചമ്മന്തി, ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ ഇടിച്ചമ്മന്തി എന്നാണ് പറയുന്നത് കേട്ടോ. ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ വേണം കേട്ടോ. അത്യാവശ്യം നല്ല 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തേങ്ങ കുറച്ച് പീസാക്കി കട്ട് ചെയ്ത് പൾസ് മോഡിലൊന്ന് കറക്കി എടുത്തതാണ്. നിങ്ങളിപ്പോൾ ചിരകി എടുക്കുകയാണെങ്കിൽ അങ്ങനെ നല്ല 1 കപ്പ് എടുക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് അത്യാവശ്യം ഈ ഒരു വലുപ്പത്തിലുള്ള 1 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല വലിയ മാങ്ങ കേട്ടോ, നല്ല പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ 1 മാങ്ങ ഞാൻ എടുക്കുന്നുണ്ട് ഇതിലേക്ക്. അത് കുറച്ച് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തോളൂ. ഒരുപാട് വലിയ പീസാക്കണ്ട. അപ്പോൾ ഞാൻ അതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങയും ഏകദേശം 1 കപ്പോളം തന്നെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഓവർ പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട. പുളി കുറവുള്ള മാങ്ങയാണെങ്കിൽ നന്നായിട്ട് ചേർത്തോളൂ. ഇത് അത്യാവശ്യം പുളി വേണം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ്. ഒത്തിരി അങ്ങ് പുളി ആയിക്കഴിഞ്ഞാൽ ഒരു 3/4 മാങ്ങയൊക്കെ ചേർത്താൽ മതി. ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. അത്യാവശ്യം നന്നായിട്ട്, അതായത് പീസസായി ഒന്നും കിടക്കരുത്, നന്നായിട്ട് ചതഞ്ഞ് കിട്ടണം കേട്ടോ. ആ ഒരു പരുവത്തിൽ കൊണ്ടുവരാം. അതായത് ഇപ്പോൾ അത്യാവശ്യം നല്ല പോലെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഒരുപാടങ്ങ് അരയരുത്, എന്നാൽ നല്ലപോലെ അത് ചതച്ചെടുക്കുകയും വേണം. പീസൊന്നും ഉണ്ടാവരുത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങയും തേങ്ങയും ആയതുകൊണ്ട് തന്നെ ഇതിന് രണ്ടിനും ചെറിയൊരു ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ കുറച്ചൊരു കുഴവ് പോലെ നമുക്ക് തോന്നും. കുറച്ച് സമയം എടുത്തിട്ട് വേണം കേട്ടോ ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. കാരണം നമ്മൾ മാങ്ങയും കൂടി ചേർത്തിട്ട് അരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തിരി ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും അതിൽ. അപ്പോൾ ഇത്തിരി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരുപാട് ലോ ഫ്ലെയിമിലും ആക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2 നുള്ള് ഉലുവ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട കെട്ടിയിരിക്കും. അത് പതുക്കെ അത് സെപ്പറേറ്റ് ആയി വരും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അങ്ങ് മൂത്ത് കരിഞ്ഞു പോവും. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് നല്ല പോലെ മൂത്തെടുക്കുക കേട്ടോ. നല്ലപോലെ മൂപ്പിച്ചെടുക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ കണ്ടോ, ആ ഒരു കുഴവൊക്കെ മാറിയിട്ട്, കുഴഞ്ഞിരിക്കുന്ന ആ ഒരു പരുവത്തിൽ നിന്ന് മാറിയിട്ട് കുറച്ചങ്ങനെ സെപ്പറേറ്റ് ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. ആദ്യം നമുക്കിടുമ്പോൾ ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടുമോ, കുഴഞ്ഞു പോവുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷൻ വരും. അങ്ങനെയൊന്നുമില്ല. ഇത്തിരി സമയം എടുക്കണം എന്നേ ഉള്ളൂ. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ കളർ ചേഞ്ചായി വരുന്നുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറ്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നല്ല ലോ ഫ്ലെയിമിൽ വയ്ക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ഇത് മതിയാവും കേട്ടോ. ഇനി ഒരുപാടിട്ടങ്ങ് മൂപ്പിക്കേണ്ട. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എരിവിനനുസരിച്ച് മുളക് പൊടി ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. 1 to 1.5 ടീസ്പൂണൊക്കെ ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ചേർത്തോളൂ, എരിവിനനുസരിച്ച്. കാരണം മാങ്ങയുടെ ആ ഒരു പുളിയൊക്കെ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് എരിവ് ചേർക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം, 1/4 ടീസ്പൂൺ മതി, അളവ് ഒരുപാട് കൂടരുത്, അല്ലെങ്കിൽ ഒരു 2 നുള്ളൊക്കെ മതിയാവും, കായപ്പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ to 1/2 ടീസ്പൂൺ പൊടിച്ച ശർക്കര കൂടി ചേർക്കാം. ഇനി ആ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ആ ചൂടിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. ഞാനന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ലോ ഫ്ലെയിമിൽ വെക്കുക. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊടികൾ കരിഞ്ഞു പോകും. നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് പൊടികൾ ചേർത്ത് കൊടുത്ത് പെട്ടെന്ന് ക്വിക്കായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആ ചൂടിൽ തന്നെ. എന്നിട്ട് അപ്പോൾ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഇനി ആ പാത്രത്തിനൊരു ചൂടുണ്ടല്ലോ, ആ ഒരു ചൂടിൽ തന്നെ നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് ആ ഒരു പച്ചക്കുത്ത് ടേസ്റ്റ് ഒന്ന് മാറണം.
ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. നല്ല പോലെ തണുത്തതിന് ശേഷം വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ. ഇടിച്ചമന്തി ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല അല്ലേ? കുറേ ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ മാങ്ങ, ഇപ്പോൾ മാങ്ങാ സീസണാണല്ലോ, മാങ്ങ കൂടി ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുക. ഒരു സെപ്പറേറ്റ് ടേസ്റ്റാണ്, വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ശരിക്കും പറഞ്ഞാൽ ചോറുണ്ണാൻ ഈ ഒരു കൂട്ട് മാത്രം മതി കേട്ടോ. നമ്മൾ ചമ്മന്തിപ്പൊടി കഴിക്കുന്നതിൻ്റെ ഒരു 3 ഇരട്ടി ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ മാങ്ങ ചേർത്ത് ഉണ്ടാക്കുമ്പോൾ. നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യും. അപ്പോൾ അത് നല്ല പോലെ തണുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം നല്ല ഉണക്ക തേങ്ങ എടുക്കുക. നമ്മൾ ചമ്മന്തിപ്പൊടി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ഉണക്ക തേങ്ങ എടുക്കുക. അതുപോലെ തന്നെ പൊടിക്കുമ്പോൾ ഓവറായിട്ടിട്ടങ്ങ് പൊടിക്കരുത്. പൊടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എണ്ണ ഇറങ്ങി വരും. നല്ല ഉണക്ക തേങ്ങയാണെങ്കിൽ നമ്മൾ ഒത്തിരി ഇട്ടങ്ങ് അടിച്ച് കഴിഞ്ഞാൽ എണ്ണ ഇറങ്ങി വരും. അതും ശ്രദ്ധിക്കുക കേട്ടോ. നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടുക, അത്രയും മതി. ഒരുപാടിട്ട് അടിച്ച് എടുത്തു കഴിഞ്ഞാൽ എണ്ണ ഇറങ്ങി വന്നു പോവും. അതുകൊണ്ട് അത്രയും ചെയ്യരുത്. ഞാൻ നല്ല ഉണങ്ങിയ തേങ്ങയാണ് കേട്ടോ എടുത്തത്. എപ്പോഴും ചമ്മന്തിപ്പൊടിക്ക് എത്രത്തോളം ഉണങ്ങിയ തേങ്ങ എടുക്കാവോ അത്രത്തോളം ഉണങ്ങിയ തേങ്ങ എടുക്കുക. അപ്പോഴാണ് ശരിക്കും ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എന്താ നല്ല ഫൈനായിട്ട് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറേ ടൈമിട്ട് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്തരച്ച തീയലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ എണ്ണ ഇറങ്ങി വന്നിട്ട് ആ എണ്ണയിൽ തന്നെ അരച്ചെടുക്കില്ലേ, അതുപോലെ ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓവറായിട്ട് അടിക്കരുത്. നല്ല ഫൈൻ പൗഡർ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓഫ് ചെയ്യുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നന്നായിട്ട് അങ്ങ് പൊടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. ഇത്തിരി ശർക്കര ചേർക്കണം കേട്ടോ. ആ മാങ്ങയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാനും എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തിരി ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഒരിത്തിരി ചേർത്ത് കൊടുത്താൽ മതി. 1/4 to 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ആ ശർക്കരയും കൂടെ ഒക്കെ ചേർക്കുമ്പോഴാണ് ശരിക്കും ആ ഒരു ടേസ്റ്റ് കിട്ടുക. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടുന്ന റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യാൻ ഇപ്പോൾ സ്കൂൾ ഉറപ്പൊക്കെ അല്ലേ, ഇതുപോലെ ഇടിച്ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബോട്ടിലാക്കി വെക്കാൻ പറ്റും. ഒരു മാസം വരെയൊക്കെ സുഖമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കൂട്ടാണ്. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. 101% ഗ്യാരൻറ്റിയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പി ആയിരിക്കും. ട്രൈ ചെയ്യുക. അതുപോലെ ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞ പോലെ ചമ്മന്തിപ്പൊടി ഇടിച്ചമ്മന്തിയുടെ റെസിപ്പി, നോർമൽ ഇടിച്ചമ്മന്തിയുടെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കാണാത്തവർ അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടു നോക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.